പോലീസിന്റെ മെട്രോ ലാംഗ്വേജിൽ ഇതിനെ ക്രോസ് സിൻഡിക്കേറ്റ് ബസ്റ്റ് എന്ന് പറയും. ഒന്നുമില്ല, ചെറുതായി ഭിന്നിച്ചു നിൽക്കുന്ന ഗ്യാങ്ങുകളെ വെറുതെ ഒന്ന് തോണ്ടി ചൊടിപ്പിക്കുക, അവരിൽ പരസ്പരം സംശയത്തിന്റെ നിഴൽ വിരിക്കുക. അതിന് നമ്മളൊരു ഗ്യാങ് വാറിന് തുടക്കമിടേണ്ടി വരും. ഇവിടുത്തെ കൊട്ടേഷൻ ടീമുകൾ തമ്മിലടിച്ച് ചാവുമ്പോൾ നമ്മൾ പോലീസുകാർ മണ്ടന്മാരെ പോലെ വരമ്പത്തിരുന്ന് കളി കണ്ടുകൊടുത്താ മതി. And for now, we will ignite the gang war. അതെങ്ങനെ ഓർണെന്നറിയോ? ചാടി 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 ഇങ്ങനെ പോണേ കണ്ടോ നീ? വേറെ സാധനമുണ്ട്, ബിജുവിന്റെ അടുത്ത് നമുക്ക് നിനക്ക് കാറ് കെട്ടിപ്പെറുക്കാനേ സമയമുള്ളൂ. എടാ ഇവിടെ കാറ് വേണമെന്ന്. ആ ചെറുത് വേണ്ടട്ടാ, വലുത് പറക്കണ കാറുണ്ട് അവിടെ. ആ പറഞ്ഞുണ്ട്, വേണമെന്ന് പറ. ആ കാറ് പറഞ്ഞോ നീ. എന്നെ കട്ട് ചെയ്തോ? നമുക്ക് വേഗം കൊണ്ടുട്ടാ. എന്തേ പറവട്ടാനിന്ന് കാളത്തോട് അവിടെയൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ചെയ്യാരം, അത് കഴിഞ്ഞ് മൈലിപ്പാടം. ഇപ്പൊ ദേണ്ടേ രാജ്യം വിട്ടു പോണോന്നാ. ഓടി ഓടി എനിക്ക് മതിയായി. ഇങ്ങനെ കാക്കാലത്തികളെ പോലെ ജീവിക്കാൻ എന്നെ കൊണ്ട് മേല. മേലെ നിനക്ക് എന്താടി മേലാത്ത? പൊക്കോ നിന്റെ പഴയ പൂഞ്ഞാറ്റ ചാക്കോന്റെ മേലേക്ക്. എന്താ സ്കൂൾ മാഷ കെട്ടിയേ ഒറ്റക്കൂരമേ ചന്തി ഉറപ്പിക്കാൻ? നിന്റെ വാഴൂരെ കഞ്ഞി അച്ഛന്മാരോട് ചിലക്കണമാര് എന്റെ അടുത്ത് കീറിയാണ്ടല്ല. ആ ഉണ്ടടാ ജയസേട്ടൻ, റാഫേൽ നമ്മുടെ ദുബായ് വിഷന്റെ ഭാര്യന്റെ അടുത്ത് സംബന്ധത്തിന് പോയിട്ടുണ്ടാ. ഇത്രയും പോന്ന ക്രാങ്ങളുടെ കരളിന് ഭയങ്കര ഡിമാൻഡ്സ് ആണ് ഇപ്പൊ വെളിയില്. നീ ഒന്ന് അനങ്ങിയ സ്കൂപ്പാക്കി പുറത്താ വെക്കും ആ പൊന്നാര മുതലിനെ. അവനെ വിടറ സൈമ, നിനക്ക് എന്നല്ലേ വേണ്ടേ? മതിയല്ലോ.
ഇനി ഒരു 15 വർഷം കഴിഞ്ഞ് കുരിപ്പൊരു പിച്ചാത്തിയും കെട്ടി അച്ഛന്റെ പള്ളയെ നോക്കി വരണ്ട. അതിനെന്താ അച്ഛ ചെയ്തടാ, ബാക്കിയാക്കണ്ട. നീ വിട്രാ. ആ ജെയ്സനെ പൂളിയത് ആളുക്കാരുടെ ടീമാന്നാണ് ആ പന്നികളെ കണ്ടേക്കണേ. നമ്മള് സ്ഥലത്തില്ലല്ലോ. ജെയ്സനെ കുഴിയിലേക്ക് എടുക്കുമ്പോ നമ്മള് മംഗലാപുരം വിട്ടിട്ടില്ല. മനസ്സിലായോ? ലിംഗപ്പന്റെ പോലീസ് നമുക്കൊരു ദിവസത്തെ ജയിലിന്റെ ചീട്ടാ തരും. സംഗതി ക്ലീനടാ. നീ പേടിക്കാണ്ടിരുന്ന തൃശ്ശൂരിന് നമ്മുടെ നിന്റെയൊക്കെ ചാനലിന് അടുത്ത 2 മാസത്തേക്ക് ഉണ്ണാനുള്ള വകയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. വേണോന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ 750 കോടി എവിടെ കൊണ്ടുപോയി വെക്കും? ഈ ബ്ലാക്ക് എങ്ങനെ വൈറ്റ് ആക്കും? അതിന് ഉത്തരം തന്നത് ഞങ്ങളൊരു സംശയത്തിന്റെ പേരിൽ മാത്രം കസ്റ്റഡിയിലെടുത്ത ഫരീദ എന്ന സ്ത്രീയാണ്. മാസാവസാനം ആവുമ്പോ ഓന്റെ ചങ്ങായി ഒരു മുസ്തഫ 10 ഉറുപ്പ്യന്റെ ഒരു പകുതി തുണ്ടുമായിട്ട് വരും. അത് സ്വർണ്ണക്കടയിൽ കൊണ്ടു കൊടുത്ത 30,000 രൂപയുടെ പൊന്നു തരും. ഫരീദയുടെ മകന്റെ ശമ്പളം ഒരു കീറിയ 10 രൂപ നോട്ടായി പിന്നെ 30,000 രൂപയുടെ സ്വർണമായി മാറുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് 750 കോടി രൂപ ദുബായിലും മറ്റു രാജ്യങ്ങളിലും എത്തുന്നത്. 750 കോടി രൂപയുടെ കള്ളപ്പണം ഒരു ഞൊടിയിൽ വെള്ളപ്പണമായി മാറുന്ന ജാലവിദ്യ. അതെങ്ങനെ? റാഫേൽ ആളൂക്കാരനും അജയ് മല്ലിയും ചേർന്ന് നടത്തുന്ന ഒരു ലേബർ റിക്രൂട്ട്മെന്റ് ഏജൻസിയുണ്ട്, സൊളാരിസ്. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്ത്യക്കാരെ ജോലിക്കായി റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം. 10 ലക്ഷത്തോളം പേരുണ്ട് അവരുടെ കീഴിൽ. ഇങ്ങനെ ജോലി ചെയ്യുന്നവരിൽ മിക്കവർക്കും ആ രാജ്യത്ത് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ല. സോ റാഫേലും സംഘവും അവരുടെ ശമ്പളം അവിടെ വാങ്ങുന്നു. എന്നിട്ട് ഇവിടെ അവരുടെ വീടുകളിൽ അതെത്തിച്ചു കൊടുക്കുന്നു. അതൊരു മണി ട്രാൻസ്ഫർ മാത്രല്ലേ? അല്ല, അവിടെയാണ് കളി. ഇവിടെ റാഫേലും മല്ലിയും വീട്ടുകാർക്ക് കൊടുക്കുന്ന പണം ഈ മന്ത്രിക്ക് കിട്ടുന്ന കോഴ പോലുള്ള ബ്ലാക്ക് മണിയിൽ നിന്നാണ്. അവിടെ ഇവന്മാരുടെ സാലറി വഴി കിട്ടുന്ന കോടികൾ മന്ത്രിയുടെ പേരിൽ സെയിന്റ് കിറ്റ്സിലെ ബാങ്കുകളിലോ സ്വിസ് ബാങ്കുകളിലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഈ സൊളാരിസ് 30% കമ്മീഷനും. ഇപ്പോഴത്തെ 750 കോടി കളിയിൽ മല്യ റാഫേലിൽ നിന്ന് മലർത്തി. റാഫേൽ മല്യക്കിട്ടൊരു പണിയും കൊടുത്തു. ഇത് വാർത്ത. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ദുബായിലും ലണ്ടനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണതില്ലേ? ഇത് കത്തും നേറിയാണ്ട് പടരൂട്ടാ. താങ്ക് യു സോ മച്ച് സാർ. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല എക്സ്ക്ലൂസീവ്. സ്മരണ വേണം. ആ നമ്പിയാർ വെച്ച് പട്ടാമുഖച്ച് നടക്കൂ സാർ. ഇതാണ്